ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കസ്തൂരീസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിലോപ്പിയ മീൻകറിയാണ്. 3 വലിയ സിലോപ്പിയാണ് ഞാനിവിടെ കറി വെക്കാൻ എടുക്കുന്നത്. കുടംപുളി ഇട്ട മീൻകറിയാണ് നമ്മൾ വെക്കുന്നത്. നമ്മുടെ ഇവിടെ സിലോപ്പിയ എന്നാണ് ഈ മീൻ പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ എന്താണ് ഇതിന് പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. മറ്റെന്തെങ്കിലും പേര് ഈ മീനുണ്ടെങ്കിൽ ഒന്ന് പറയണേ. മീനെല്ലാം വെട്ടി കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വലിയ കഷ്ണമാണ് എടുത്തത്. ബാക്കി എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള വെള്ളവും എടുത്തിട്ടുണ്ട്. 7 ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. കുടംപുളിയാണ് എടുത്തേക്കുന്നത്. 2 തണ്ട് കറിവേപ്പിലയും 6 കൊച്ചുള്ളി, 2 പച്ചമുളക്, ഒരു ഇടത്തരം വലിപ്പത്തിലെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പുളിക്ക് കുടംപുളിയെന്നും തോട്ടുപുളിയെന്നും പറയും. പിന്നെ ഒരു 7 വെളുത്തുള്ളി അല്ലിയാക്കിയതും എടുത്തിട്ടുണ്ട്. ചാനൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇനി ഉള്ളിയും പച്ചമുളകും എല്ലാം ഇഞ്ചിയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് എളുപ്പമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞിട്ടങ്ങ് നമ്മൾ വഴറ്റുകയാണ്. വേണമെങ്കിൽ ഇത് ചതച്ചിട്ടോ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചിട്ടോ നമുക്ക് ഇത് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ പച്ചമുളകൊക്കെ നടുക്കൂടെ മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നത്. പച്ചമുളകും കൊച്ചുള്ളിയും ഇഞ്ചിയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് വേണേൽ അരിഞ്ഞെടുക്കാൻ. നമ്മളിവിടെ ചട്ടിക്കകത്താണ് മീൻകറി വെക്കുന്നത്. ചട്ടിക്കകത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലയോ, അതുകൊണ്ടാണ് ചട്ടിക്കകത്ത് മീൻകറി വെക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിലോട്ട് ചട്ടി വെച്ചിട്ട് അത് ചൂടായപ്പോഴേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി കിട്ടി. അപ്പം നമ്മൾ കടുക് ഇട്ട് കൊടുത്ത് ഇനി കടുകെല്ലാം പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം കൊച്ചുള്ളിയും അരിഞ്ഞതും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണേ. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ബാക്കി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് പിന്നെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഈ സമയത്ത് എണ്ണ പോരെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. അധികം എണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുത്തിട്ട് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന ആ തോട്ടുപുളിയില്ലേ, അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത്. നമ്മുടെ മിശ്രിതമെല്ലാം നല്ലപോലെ ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കണം. നമ്മുടെ മീൻകറി പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മുടെ മീൻകറി എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ മീൻ കഷ്ണങ്ങളിലേക്ക് ഉപ്പും പുളിയെല്ലാം പുരണ്ട് നമ്മുടെ മീൻകറി നന്നായിട്ട് കുറുകി കിട്ടും. ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.